ഹലോ ദാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ എന്താ പറയുക കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, ഞാൻ കുടിക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കുറച്ച് ഔട്ടിംഗ് വിശേഷങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതൊരു ഫ്രൈഡേ, നമ്മുടെ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ മസാല ദോശ പാഴ്സൽ വാങ്ങിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കുക്കിങ്ങിന് കുറച്ച് വയ്യായ്കയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജലദോഷം, കഫക്കെട്ട്, തണുപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ട് തന്നെ എന്നും കുടിക്കുന്ന ഒരു ഗ്ലാസ് ചായ ഇന്ന് കുടിക്കുന്നില്ല. അപ്പോൾ അതിന് പകരം ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മസാല ദോശയുടെ കൂടെ നമുക്കെന്നും ഉണ്ടാവാറുള്ളത് പോലെ സാമ്പാറും, അതുപോലെ തന്നെ വൈറ്റ് കളർ ചട്നിയും, അതുപോലെ തന്നെ റെഡ് കളർ ചട്നിയും. അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മക്കൾക്ക് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തുള്ളൂ. പിള്ളേർക്ക് ഇതത്ര അങ്ങ് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മസാല ദോശ വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതോ മുട്ട പുഴുങ്ങിയത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും കുറച്ച് നേരം മുന്നേ ആണ് മസാല ദോശ എത്തിയത്. അപ്പോൾ തണുത്തായിരുന്നു അത്യാവശ്യം, കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും തണുത്തായിരുന്നു. അപ്പോൾ ഒന്ന് പാനിലിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കറിയൊക്കെ ചേർത്ത് കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും അത്ര വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതാണ്. ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ല, കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലായിടത്തും പനിയും അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കും ജലദോഷം, കഫക്കെട്ട്, ഹെഡേക്ക് ആ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇത് ലിവർ റോസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ലിവർ റോസ്റ്റാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും അമ്മച്ചി റോസ്റ്റ് ചെയ്ത് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇതിന് അധിക ദിവസം ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കി അതും കുറച്ച് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇത് കഴിച്ചായിരുന്നു. ഞാൻ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തില്ല, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ല സവോളയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ്. പിന്നെ ഇതും നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പൊടിദോശയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിയുണ്ടല്ലോ, അത് നമ്മുടെ ഉഴുന്നുപൊടി എന്ന് പറയത്തില്ലേ, ആ ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ വല്ലതും ഷെയർ ചെയ്തോളാം. ഇത് അറിയാവുന്നവരുണ്ടായിരിക്കാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് ദോശ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും സാമ്പാർ, ചമ്മന്തി ഒന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ ഈ ഒരു ഉഴുന്നുപൊടി ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചാലിച്ച്, അല്ലെങ്കിൽ നല്ലെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും ചാലിച്ചിട്ട് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ മുക്കി കഴിക്കും. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊരു ടിന്നിലേക്ക് മാറ്റുന്നതാണ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഉഴുന്നുപൊടി എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഉഴുന്ന്, അതുപോലെ തന്നെ കായം, അങ്ങനെ ഒരുപാട് പല ഹെൽത്തി ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള പൊടിയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുമല്ലോ പൊടിദോശ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സെയിം സാധനം തന്നെ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉള്ള ദിവസം സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കിന്ന് ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കാര്യമായിട്ട് ചോറുണ്ണാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഉഴുന്നുപൊടിയും കൂട്ടി 2 ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ദോശയുടെ മാവിരുന്നു. അപ്പോൾ അത് തണുപ്പ് മാറാനായിട്ട് പുറത്ത് വെച്ചതിന് ശേഷം കുറച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ദോശ ഉപ്പും ചേർത്ത് ഒരു നുള്ള് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉഴുന്നുപൊടി എടുത്തു, അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചാലിച്ചതിന് ശേഷം മുക്കി കഴിക്കുകയാണ്. അപ്പം നമുക്ക് സാമ്പാർ, ചട്നിയൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു പൊടി നമ്മൾ കൂടുതൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. കാരണം ഇഡ്ഡലി, ദോശ ദിവസങ്ങളിൽ നമുക്ക് ഇത് കഴിക്കാം.
അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും സെലക്റ്റീവായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ ഷെയർ ചെയ്തായിരുന്നു കുറച്ച് ഐറ്റംസ്. ഇന്ന് നമ്മുടെ ലിവർ റോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഉഴുന്നുപൊടി എന്ന് പറഞ്ഞു. അങ്ങനെ പല ഐറ്റംസ് ഞാൻ പറഞ്ഞു വീഡിയോയിൽ പോകെ വീഡിയോസിൽ ഞാൻ ഓരോരോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബനാന ചിപ്സാണ്. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ രാവിലെ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെന്നും ചായ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാത്ത ദിവസങ്ങളിലൊരു ഉന്മേഷക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് ആയപ്പോൾ ഇക്ക വന്നപ്പോഴത്തേനും ഇക്കാക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഞാനും ഒരു ഗ്ലാസ് ചായ വെച്ചു. അങ്ങനെ വൈകുന്നേരം നമ്മൾ ചായയും സ്നാക്സും കഴിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേന്ന് പറയുന്നത് നമ്മുടെ ടീ റസ്ക്, പിന്നെ കുറച്ച് നമ്മുടെ നോർമൽ റസ്ക്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള കപ്പ് കേക്ക്. ഇത് സാറായിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ മോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഇത് സ്ട്രോബെറി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇവിടെ സീസൺ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഈ ബെറീസ് ഒക്കെ ഉണ്ടല്ലോ, സ്ട്രോബെറി, ബ്ലൂബെറി, മൽബെറി, അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി, ഇങ്ങനെയുള്ള ബെറീസൊക്കെ ഭയങ്കര അടിപൊളി ക്വാളിറ്റി ബെറീസും കിട്ടും. പിന്നെ വൻ ഓഫറിലുമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബെറി കഴിച്ചു. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം രാവിലെയൊക്കെ ഒരു ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പം വീട്ടിൽ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ തോന്നി. അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ റെഡിയാക്കി പുറത്ത് നമ്മൾ വീടിൻ്റെ അകത്ത് ഇങ്ങനെ അടഞ്ഞു കൂട്ടിയിരിക്കുന്നതിനേക്കാളും ഒന്ന് പുറത്ത് ഇറങ്ങി വരുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മളെല്ലാവരും കൂടി പുറത്ത് പോവുകയാണ്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണേലും ഡിന്നറും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം പോകുന്നത് നമുക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട്. അപ്പം പർച്ചേസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, സ്നാക്സ്, അങ്ങനെ അത്യാവശ്യമുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഗ്രോസറി പർച്ചേസ് എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. കൂടുതലായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് ഹോം ഡെലിവറിയാണ് കൂടുതലും ചെയ്യാറ്. കാരണം അതാണ് വളരെ ഈസി ആയിട്ട് തോന്നുന്നത്. എങ്കിലും ഇപ്പോൾ കുറച്ച് ഡേയ്സ് കൂടിയിട്ടാണ് ഡയറക്റ്റ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ തണുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് പുറത്ത് പോയി പർച്ചേസ് ചെയ്യാനൊരു ഉന്മേഷം കുറവാണ്. അപ്പോൾ എന്താണേലും നമ്മൾ നമ്മുടെ അടുത്തുള്ള ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ടുള്ള പർച്ചേസ് വീഡിയോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ പർച്ചേസ് വീഡിയോയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മുടെ ഐറ്റംസ് എല്ലാം വണ്ടിയിൽ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം. വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം വൈകുന്നേരം ചായയും സ്നാക്സും ഒക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ വൈകുന്നേരം ഡിന്നറിന് വേണ്ടി എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല എന്ത് കഴിക്കണം ഏത് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ഒത്തിരി ദൂരോട്ടും പോകുന്നില്ല. നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, വർസാൻ, സിലിക്കൺ ഒയാസിസ്, അങ്ങനെയുള്ള ഒരു ഏരിയ. അപ്പം നമ്മുടെ ഏരിയയിൽ തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് അൽബേക്ക്. അപ്പോൾ അൽബേക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തൊട്ട് അടുത്ത് അൽബേക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്, സിലിക്കൺ ഒയാസിസിൽ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം കുറച്ച് ലേറ്റായി, അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 10-11 മണിയുടെ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും പർച്ചേസിന് കയറുമ്പോഴത്തേനും ഒരു 1.5-2 മണിക്കൂർ എങ്ങനെ പോയാലും അവിടെ ചിലവാകാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിലിക്കൺ ഒയാസിസിൽ അൽബേക്കിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് പുറത്തൊക്കെ എന്ന് പറയുന്നത്. ഒരു 13-14 ഡിഗ്രി സെൽഷ്യസ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പുറത്ത് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടേബിളും ചെയറും കാര്യങ്ങളും എല്ലാം പുറത്ത് ഇരുന്ന് കഴിക്കാനായിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ മാത്രമേ ഡൈനിങ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പോയി. ആ സമയത്ത് ഞാനിതാ പുറത്ത് ഇരിക്കുകയാണ്. അപ്പം ഉള്ളിലേക്ക് പോകണം എന്നും പറഞ്ഞ് ഇളയ ആൾ
കരച്ചിലാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് വേണ്ടതെന്നൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഉള്ളിൽ പോയി ഫുഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പോയതാണ്. പുറത്തിരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. ഒരു ആവേശത്തിന് പുറത്തിരുന്നതാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുറത്തിരിക്കണ്ട എന്ന് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് നമുക്ക് കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിന്ന് അൽബേക്കിന്ന് നമുക്ക് അൽബേക്കിൽ വന്നാൽ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് നഗറ്റ്സ് ആണ്. പിന്നെ ഇവിടുത്തെ ഒരു ഡബിൾ പാറ്റി ചിക്കൻ ചീസി ബർഗർ, അങ്ങനെ ഒരു സംഭവമുണ്ട്, ഡബിൾ പാറ്റി ചിക്കൻ ബർഗർ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്ന അത്ര ഫേവറേറ്റ് അല്ല. പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ മാംഗോ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫേവറേറ്റ് ആണ്. ഇത് ഡബിൾ ചീസ് ലെയേർഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഡബിൾ ചിക്കൻ പാറ്റി ബർഗറാണ്. നമ്മുടെ അൽബേക്കിൻ്റെ നഗറ്റ്സിൻ്റെ തന്നെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു റെക്റ്റാങ്കിൾ ഫോം അല്ലെങ്കിൽ സ്ക്വയർ ഫോമിലാണ് ഈ ഒരു പാറ്റി വരുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫില്ലാണ്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ കുറച്ച് നഗറ്റ്സും കാര്യങ്ങളും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നഗറ്റ്സ് നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നഗറ്റ്സും ഒരു 2 ബോക്സ് നഗറ്റ്സ് വാങ്ങിച്ചു. ഒരു ബോക്സ് ഒരു ഹാഫ് എന്താ പറയുക, ഒരു 1-2 എണ്ണം എങ്ങനെയൊക്കെ കഴിച്ചു. അതിനുശേഷം ബാക്കി നമ്മൾ ചീത്തയാവാതെ ക്ലോസ് ചെയ്ത് വെച്ചു, പാഴ്സൽ വീട്ടിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ആ ബർഗർ കഴിക്കുമ്പോൾ തന്നെ ആ ഡബിൾ പാറ്റി ബർഗർ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും കൂടെ വേണ്ട. അപ്പോൾ അങ്ങനെയാണ് നമ്മളപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ എല്ലാം കൂടെ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ ഡിപ്പായിട്ട് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ മയണൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു നഗറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിൽ എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയേർഡായിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള നഗറ്റ്സാണ്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ പാഴ്സലെടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലെത്തി പിന്നെ ഒരു ബോക്സ് സ്ട്രോബെറിയും കൂടി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് അതും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.